ആദ്യമായിട്ടാണ് സൂര്യൻ ഈ ഭാഗത്ത് കൂടി വരുന്നത്. അങ്ങനെ ഒരു സൺറൈസ് ഒരു 6:20 ആകുമ്പോൾ കണ്ടു. കുറച്ച് നേരം ഇതാണ് നമ്മൾ അടുക്കാൻ പോകുന്ന തീരം. ഉഷ്വാൾ റോഡ് മാർഗമല്ലാണ്ട് വെറും ഐലൻഡായി മാത്രം നിൽക്കുന്ന അർജന്റീനയുടെ ഏറ്റവും ലാസ്റ്റ് സിറ്റിയാണ് ഉഷ്വാൾ. ഇവിടുന്നാണ് അന്റാർട്ടിക്ക സ്റ്റാർട്ട് ചെയ്യുന്നത്. ദുബായിൽ ഷിപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 12:45 ഇവിടെ ഇറങ്ങാൻ ടൈം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മഞ്ഞുമലകളുണ്ട്, തണുപ്പുണ്ട്, പക്ഷേ സഹിക്കാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ. ഒരു സ്വെറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, ഏകദേശം ഒരു 8 ഡിഗ്രി ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് കൊച്ചു പായക്കപ്പലുകളിൽ പോകുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഉഷ്വായൊക്കെ പോകാൻ വേണ്ടി ആൾക്കാരെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 12:45 ആയിട്ടാണ്. അതിൽ നമ്മൾ കാലുകുത്തി. ഇതാണ് ലോകത്തിലെ സൗത്ത് മോസ്റ്റ് പാർട്ടിലുള്ള സിറ്റി. പക്ഷേ ഇത് ഐലൻഡാണ്. ഇതിന് റോഡുമായിട്ടൊരു കണക്ഷനുമില്ല. ഒന്നുകിൽ ഷിപ്പിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ അതിൻ്റെ ബാക്കിൽ വേറൊരു ഷിപ്പുണ്ട്. ഒരുപാട് ഷിപ്പിന്ന് വന്നുകൊണ്ട് പോകുന്നുണ്ട്. ആൻഡീസ് മലനിരയാണ്. ഇത് ഏറ്റവും സൗത്ത് മോസ്റ്റ് പാർട്ടാണ് ഇവിടെ. ഇവിടുന്ന് ഈ മല അങ്ങനെ തന്നെ വെനിൻസുല വരയ്ക്കും നീണ്ടു കിടക്കുന്ന മലയാണ്. സിറ്റി ടൂർ ബസ്സാണ്. ഇവിടെ ഇപ്പോൾ കുറേ ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ് അതുപോലെ ടൂറിസം ഒക്കെ ഉള്ളതുകൊണ്ട് ജോലി സാധ്യതയൊക്കെ നന്നായിട്ടുള്ള സ്ഥലമാണ്. എല്ലാം ഒറ്റ വീടുകളുണ്ട്. ഇവർക്ക് ഇവിടെ മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ. കാരണം ഭയങ്കര വിൻഡും അതുപോലെ അവലാഞ്ചി, പിന്നെ കോൾഡ് സീസണിൽ ഈ പരന്ന ഈ ഒരു പ്രദേശം മാത്രമേ ഇവർക്ക് ജീവിക്കാൻ പറ്റിയതുള്ളൂ. നമ്പർ 1 കോച്ച് നമ്പർ 1 നമ്മളതിൽ ബോർഡ് ചെയ്യാൻ പോവാണ്. എഞ്ചിൻ ആവി എഞ്ചിനാണെന്ന് തോന്നുന്നില്ല. നേരത്തെ പോയ ആൾക്കാരെയും കൊണ്ട് വരുന്നത്. ഇത് 1930 ബിസിനസ്, പൊളിറ്റിക്കൽ ബിസിനസ്, വലിയ കൊലപാതകളൊക്കെ മാത്രമായിട്ട് ഇവിടെ കൊണ്ടിടുമായിരുന്നു. കാരണം ഇവിടുന്ന് അവർക്ക് രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല. ട്രെയിൻ ഇപ്പം ഫസ്റ്റ് സ്റ്റേഷൻ നിർത്തിയിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് ട്രെയിൻ നിർത്തിയിടും. പാർക്കിൻ്റെ സ്റ്റേഷനിലെത്തി ഏകദേശം 1 മണിക്കൂർ ഈ ട്രെയിൻ യാത്ര കഴിഞ്ഞിട്ട്. പോസ്റ്റ് ഓഫീസ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പാസ്പോർട്ട് കൊടുത്താൽ അവർ സ്റ്റാമ്പ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഇവിടുന്ന് പോസ്റ്റ് കാർഡ് അയക്കും പലരും. ആ കാണുന്നതാണ് പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ് കടലിലുള്ളത്. കടലിലൊരു പാലം കെട്ടിയിട്ട് ഇതാണ് വേൾഡിലെ ലാസ്റ്റ് പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് കാർഡ് അയക്കാനുള്ള തിരക്കിലാണ് ആൾക്കാർ. ഇത്രയും ക്യൂ നിൽക്കുന്നുണ്ട്. പുള്ളിയാണ് എല്ലാവർക്കും പോസ്റ്റ് അടിച്ചു കൊടുക്കുന്നതാണ്. ഷെഗ്ഗോറിൻ്റെ ഫോട്ടോ. തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നുണ്ട് ആൾക്കാർ. ഇവിടെ രാജ്യത്ത് ഇങ്ങനെ നേച്ചർ ഇങ്ങനെ ആസ്വദിച്ച് വീഡിയോ എടുക്കാൻ പറ്റും. ഇവിടെ 2 ബൈക്കേഴ്സ് ഉണ്ട്. GS 250 കൊണ്ടാണ് അത് വന്നിട്ടുള്ളത്. ബ്രസീലിൽ നിന്ന് വന്നവരാണ്. രാത്രി 8 മണി. ഇവിടുത്തെ പ്രശ്നം 22 മണിക്കൂർ കണ്ടിന്യൂസ് പകലും 4 മണിക്കൂർ മാത്രമേ രാത്രിയാവും. സൗത്ത് പോളിലേക്ക് പോയി നമ്മൾ അന്റാർട്ടിക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്റാർട്ടിക്കിലെ ഐസ് കഷണങ്ങളായി കാണുന്നത്. ഇത്രയും തണുപ്പും അതുകൊണ്ട് ഐസിൻ്റെ കുറച്ച് കടലിനോട് ചൂടുള്ള ഭാഗത്ത് കുറച്ചിങ്ങനെ ഉരുകി
ആ മല പോലത്തെ കാണുന്നില്ല. ഐസ് ശരിക്കും ഒരു പാളിയാണ്. അന്ന് അവർ തന്നെ പറഞ്ഞിട്ട് 1 കിലോമീറ്ററോ എത്രയോ ഒരു പാളിയായിട്ടാണ് കിടക്കുന്നത്. സാധാരണ മലയുടെ മേലെ തണുപ്പ് കാരണം എല്ലാവരും റെസ്റ്റോറൻറ്റിൻ്റെ ജനൽ വഴി നോക്കിക്കൊണ്ടിരിക്കുന്നു പുറത്തേക്ക്. ഞാൻ പോവാം പുറത്തേക്ക് പോവാം. വരുന്നോ? അലീക്ക ഫ്രം കണ്ണൂർ. ഹണിയും ചൂടുവെള്ളവും ചായയൊക്കെ മിക്സ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പുറത്തേക്ക് പോകുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഡെക്കിൻ്റെ മേലേക്ക് വന്നു. നല്ല തണുപ്പുണ്ട്. നല്ലൊരു വ്യൂ. ഈ ഐലൻഡ് 4300 സ്ക്വയർ കിലോമീറ്റർ. So deck 8 is open. You can access the open area on deck 8. Go for it. For your viewing, so if you want to have great views, head to deck 8. നമ്മുടെ അന്റാർട്ടിക്കയുടെ ഗ്ലേഷ്യേഴ്സ് 4300 സ്ക്വയർ കിലോമീറ്ററിൽ കാണുന്ന ഭാഗത്തുണ്ട്. ഇത് UK അടുത്താണ് ഈ സ്ഥലം. അവിടുന്ന് ഭയങ്കര തിരക്കുണ്ട്. ഫ്രണ്ട് ഡെസ്കിലെത്തി. മോനെ ഫ്രണ്ട് ഡെസ്കിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു നല്ലൊരു വ്യൂ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഉള്ളത്. ഗ്ലേഷ്യറിൻ്റെ മറ്റൊരു ഭാഗം. But you're, come on in. Come on. Thank you. കിങ് ജോർജ് ഐലൻഡ് 115 മില്യൺ സ്ക്വയർ കിലോമീറ്റർ. ഗ്ലേഷ്യേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് മലയുടെ ഇടയിൽ ഐസ് മാത്രമായിട്ട് കിടക്കുന്നത്. ഇതിനടുത്ത് മാത്രമേ പോകാൻ പറ്റൂ. കാഴ്ചകളുടെ ഒരു അത്ഭുത ലോകമാണ് ഈ അന്റാർട്ടിക് മേഖല. ഇപ്പം ഐസ് ബ്ലോക്സ് ആണ്. ഇതുപോലത്തെ ഐസ് ബ്ലോക്സ് തട്ടിക്കഴിഞ്ഞാൽ എത്ര വലിയ ഷുഗറായി കഴിഞ്ഞാലും പൊട്ടിപ്പോകും. അത് വളരെ കെയർഫുള്ളായിട്ടായിരിക്കും ഇവരെല്ലാം നാവികന്മാരൊക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഷിപ്പ് പോകാനായിട്ട് ബ്രേക്ക് ചെയ്തതായിരിക്കും ഐസ്. ചിലപ്പോൾ ഷിപ്പിന് മുമ്പിൽ ഒരു ഐസ് ബ്രേക്കർ പോകുന്നുണ്ടാവും. ഇവർ കാണുന്നതാണ് എലിഫൻ്റ് ഐലൻഡ്. എലിഫൻ്റ് ടൈപ്പ് ഓഫ് വെയിൽസ് ഈ ഭാഗത്ത് ഉള്ളതുകൊണ്ട് എലിഫൻ്റ് ഐലൻഡ് ഇതിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. നമ്മളിപ്പം മലകൾ കൂടി ശരിക്കും പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല. നല്ല തൊണ്ടവേദന കൊണ്ട് തണുപ്പ് കൊള്ളാൻ പറ്റുന്നില്ല. ഓരോ രാജ്യത്തിൻ്റെ കയ്യിലാണ്. ഇപ്പം UKൻ്റെയും പോളണ്ടിൻ്റെയും ബ്രസീലിൻ്റെയും അർജൻറ്റീനയൊക്കെ ഒരു ഭാഗമായിട്ട് വെച്ചിരിക്കുകയാണ് അവരുടെ എക്സ്പെഡിഷന് വേണ്ടി. നമ്മൾ പോർട്ട് സ്റ്റാൻഡിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പോർട്ട് സ്റ്റാൻലി. ഇവിടെ കുറച്ച് മനുഷ്യവാസമുള്ള സ്ഥലങ്ങളാണ്. ഭാഗത്ത് ഇന്നൊരു വൈകുന്നേരം 7 മണിക്ക് നമുക്കിവിടെയാണ്. പോർട്ടിലേക്ക് കൂടിയാണ് നമുക്കിനി പോർട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. വേറെ 1-2 കപ്പലുകൾ ഓൾറെഡി കൂടിയുണ്ട്. വലിയ കപ്പലിന് തീരെ തടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കപ്പലിൽ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ബോട്ടുകൾ ഇവർ ഇറക്കിയിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ പിന്നെ അതിൻ്റെ ഓപ്പൺ ആക്കി ആ ഒരു ലേഡറാക്കി നമുക്ക് അതുവഴി താഴെ ഇറങ്ങി പാസഞ്ചേഴ്സ് ഇതുവഴി കയറിയിട്ട് അവരടുത്ത് പോർട്ടിലേക്ക് അടുത്ത തീരത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഓരോ ട്രിപ്പായിട്ട് എത്രയോ ചെറിയ ചെറിയ കുഞ്ഞി ബോട്ടുകൾ ഇതേ ഷിപ്പിൽ തന്നെ ഇറക്കി അതെല്ലാം ഇപ്പോൾ ശക്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഷിപ്പിൽ എത്രമാത്രം ജോലിക്കാർ വേണമെന്നുള്ളതിന് ഒരു ഇതാണ്. ടെക്നിക്കൽ ഭാഗത്ത്, സ്റ്റോറേജസിൽ, ക്ലീനിങ്ങിന്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ മുഴുവൻ ഫംഗ്ഷനും അതേ ടൈമിൽ മെക്കാനിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കൂടി ചെയ്യുന്ന പെയിൻറ്റിങ്.
ഓടി വരും സ്റ്റാൻലി ഐലൻഡിലേക്ക് ഒരു 25 മിനിറ്റ് നമ്മൾ റൈഡ് ചെയ്തിട്ട് ഇവിടെ പോകാൻ. അപ്പോൾ ആ കല്ലിൻ്റെ മൂലിൽ കുറച്ച് പെൻഗ്വിൻ കുട്ടികൾ ഇങ്ങനെ ചേടാൻ കാണിക്കും. സ്റ്റാൻലി ഐലൻഡിൽ പോകുമ്പോൾ തന്നെ ഒരു സീലാണ് അതിൽ കിടന്നിങ്ങനെ വാല് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെൽക്കം ടു ദ ഫാക്ലാൻഡ് ഐലൻഡ്സ്. ഈ ഫാക്ലാൻഡ് ഐലൻഡ് ഈസ് കൺട്രോൾഡ് ബൈ UK, യുണൈറ്റഡ് കിങ്ഡം. Thank you. Thank you very much. 3,600. In Stanley, where you are now, there is 2,500, roughly speaking. So there's not many people in the rest of the islands. But the other statistic I like to quote is there are at least 65, if not 70, nationalities here by birth. 70 nationalities here by birth. That is a lot, you're absolutely right. So a pretty international society, not necessarily multicultural, but definitely international society. ഇത് ഫാക്ലാൻഡിലെ ചെറിയ ഒരു എയർപോർട്ടാണ്. ആ കാണുന്ന ചെറിയ ബിൽഡിംഗ്. അപ്പം ഇതാണ് ഈ ഫ്ലൈറ്റ്സാണ് അന്റാർട്ടിക്കിലേക്ക്, നോർത്ത് അമേരിക്കയിലേക്ക്, സൗത്ത് അമേരിക്കയൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നത്. ഇവിടെ വേറെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡൊന്നുമില്ല. ജസ്റ്റ് സീ അല്ലെങ്കിൽ എയർ. ലാൻഡുമായിട്ടൊന്നും ഒരു കണക്ഷനുമില്ല. ഇത് UK-യുടെ താഴെയാണ് ഈ പ്രദേശം. ഇത് കംപ്ലീറ്റ് ഇത് യുദ്ധകാലത്തിൽ ഏതോ ഷിപ്പ് ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. എനിക്കൊന്ന് ബ്രിട്ടൻ്റെ യുദ്ധക്കപ്പലാണിത്. തുരുമ്പൊടിച്ച് കിടക്കുക. ഫാക്ലാൻഡിൽ ഇന്ത്യ ഉണ്ടോ എന്നറിയില്ല. ബാക്കിയെല്ലാം കൺട്രീസൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ എല്ലാ ഫുഡ് സ്റ്റാൻഡിലുള്ള ഓരോ മുളക്കില്ലർ വെയിൽ, ഇങ്ങനെ വെയിലിൻ്റെയൊക്കെ പ്രോസസ്സാണ് മരിച്ചതിന്. ബ്ലാക്ക് ഫിഷ് ഇത്രയും എടുത്തിട്ടുള്ള ഫിഷ് ഉണ്ടാകും. ഇത് ഒരു വെയിലിൻ്റെ ഇതാണ്. സീ വെയിലിൻ്റെ ഇത്ര വലിപ്പമുണ്ട്. ഇവിടുത്തെ സ്റ്റുഡൻസിനെല്ലാം ഓവർസീസ് സ്റ്റഡി UK-ലാണ്. ഇവിടുത്തെ ഫാക്ലാൻഡ് ആ സ്കോളർഷിപ്പ് കൊടുക്കും, ഫ്രീ സ്കോളർഷിപ്പ് എഡ്യൂക്കേഷൻ. ഇതാണ് സ്റ്റാൻലിയിലെ ഗവൺമെൻറ് ഹൗസ്. ഇങ്ങനെ ഒരു ട്രാക്ക് പോലെ ഉണ്ടാക്കിയിട്ടാണ് എല്ലാവരും പെൻഗ്വിൻ പോയി വാച്ച് ചെയ്യാൻ പോകുന്നത്. നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ മരങ്ങളൊന്നുമില്ല. ഇതുപോലത്തെ ചെറിയ ഈ ചെടികൾ മാത്രമേ ഉള്ളൂ ഇവിടെ. പുല്ലും ഇല്ല ശരിക്കും. പിന്നെ ഇതൊരു തരം ഡോളമൈറ്റ്സാണ്. ഗ്രാനൈറ്റിൻ്റെ മുന്നേ ഉള്ളൊരു ഒരു ഭാവം, ഒരു തരം കല്ലുകൾ. പോലെ പെൻഗ്വിനുകളുണ്ട്. ചെറുതാണ് മാത്രം. വീണ്ടും നമ്മുടെ ഷിപ്പിലേക്ക് അതിൽ തന്നെയാണ്, ആ ബോട്ടിൽ തന്നെ കയറിയിട്ട് നമ്മൾ വീണ്ടും ഷിപ്പിലേക്കാണ്. ഇവിടുന്ന് 25 മിനിറ്റ്സ് ഉണ്ട് ആ മെയിൻ ബോട്ടിലേക്കുള്ള ട്രാവൽ. എല്ലാ ഷോർ എക്സ്പ്ലോറേഷനും കഴിഞ്ഞു. ഇനി കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് 3 ദിവസം അർജൻറ്റീന, പിന്നെ അവിടുന്ന് ഫ്ലൈറ്റ് കയറി പോവാം. ഇനിയിപ്പോൾ എവിടെയും പുറത്തിറങ്ങാനില്ല. ലാസ്റ്റ് ആയിട്ടുള്ള അവസാന ദിവസം. ഇനി 3 രാത്രികൾ കണ്ടിന്യൂസ് വിതൗട്ട് സ്റ്റോപ്പ് യാത്ര തന്നെയാണ് ബ്യൂണസ് ഐറസിലേക്ക്. ബട്ട് ഇന്നൊന്നും ഇല്ല. കാരണം ഇന്ന് ആക്ച്വലായിട്ട് എല്ലാം മഞ്ഞ് മൂടിയ പോലെ ഒന്നും ഇരിക്കുന്നു. ഇതൊന്നും തന്നെ കാണാനില്ല. എന്നാൽ അതിന് മാത്രമേ തണുപ്പില്ല. പക്ഷേ ആകെ മൊത്തം ഒരു മഞ്ഞ് മൂടിയ പോലെയാണ് ഉള്ളത്. അപ്പോൾ ഇനി 3 ദിവസം ഇത് തന്നെയാണ് നമുക്ക് കണ്ടിന്യൂസ് ഷിപ്പ് തന്നെയാണ്. ഇന്ന് റൂമ് ഇതായിരിക്കും അവർ വന്ന് മേക്കപ്പ് ചെയ്യാൻ വന്നിട്ടില്ല. സാധനങ്ങളൊക്കെ ഇങ്ങനെ തന്നെ കിടക്കുകയാണ്.
പിന്നെ നല്ലൊരു ഒരു ഫിലിം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് ഡ്രസ്സെല്ലാം വയ്ക്കാൻ, ടോയ്ലറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബാൽക്കണിയും